ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ മാക്സിമം എല്ലാവരും വീഡിയോ ലൈക്ക് എടുക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഈ വരുന്ന മെയ്യിൽ ഒരു പുതിയ കപ്പ് കളിക്കാൻ പോകുന്നുണ്ട്. യൂണിറ്റി കപ്പ് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഇതിൽ ആരൊക്കെ ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെന്ന് നോക്കിയാൽ ഇന്ത്യ ഉണ്ടാവും, നൈജീരിയ, ജമൈക്ക, സിംബാബ്വെ തുടങ്ങിയ ടീമുകളായിരിക്കും. അതായത് യൂണിറ്റി കപ്പ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഇംഗ്ലണ്ടിൽ ഈ ഇംഗ്ലണ്ടുകാരല്ലാത്ത ജനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ റെപ്രസെന്റ് ചെയ്ത് കളിക്കുന്ന ഒരു കപ്പാണ്. അപ്പൊ അതിൽ നമുക്കറിയാം ഇംഗ്ലണ്ടിലേക്ക് ഇപ്പൊ ഇംഗ്ലീഷ് ഫുട്ബോൾ കാണുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് കറുത്ത വർഗ്ഗക്കാർ അവിടെ ഉണ്ട്. ഐ മീൻ വംശാധിക്ഷേപം നടത്തല്ല, ഒരു അങ്ങനത്തെ ആളുകൾ അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഫുട്ബോൾ നോക്കിയാലും ഒരുപാട് എന്താണ്, ഇപ്പൊ ഉദാഹരണം സാക്ക, ഇംഗ്ലണ്ടിന്റെ ശരിക്കുള്ള ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അവരുടെ വെളുത്ത വർഗ്ഗക്കാരാണ്. പക്ഷെ കുടിയേറി പാർത്ത് പിന്നെ അവരുടെ ആ ഒരു പരമ്പരാഗത ഇതിൽ വന്നിട്ടുള്ള കുറെ താരങ്ങൾ അവരുണ്ട്. അപ്പൊ അത്തരത്തിൽ അവിടെ കളിക്കുന്ന കപ്പാണ് യൂണിറ്റി കപ്പ്. അതിൽ ഇക്കൊല്ലം ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള ന്യൂസുകളാണ് വന്നിട്ടുള്ളത്. ഇത് ഇന്ത്യൻ ഫുട്ബോൾ നമ്മളെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടില്ല, പക്ഷെ ഏകദേശമൊക്കെ ഈ ഒരു കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നൈജീരിയ പോലുള്ള ടീമിനെ നമുക്ക് നേരിടാൻ പറ്റുക എന്നുള്ള പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അച്ചീവ്മെന്റ് അല്ല, നമുക്ക് ടീമിന് അത്രയും എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇവന്തോ നമുക്ക് അതിൽ എത്രത്തോളം മുന്നേറാൻ പറ്റും എന്നൊന്നും അറിയില്ല. പക്ഷെ അത്തരത്തിൽ നമ്മളൊരു ബിഗ് ടൂർണമെന്റ് കളിക്കുമ്പോൾ അത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ്, വേൾഡ് വൈഡ് ടീമുകളുമായിട്ട് കളിക്കുക എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെ സംഭവമാണ്. ഇതിൽ ഇനിയിപ്പോ നൈജീരിയ പോലത്തെ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ഇവരുടെ ഫസ്റ്റ് ടീം തന്നെ വന്ന് കളിക്കുമെന്നൊന്നും അറിയില്ല, കാരണം വേൾഡ് കപ്പിന്റെ സമയമാണ്. അവർ ചിലപ്പോൾ സെക്കൻഡ് ടീമോ അല്ലെങ്കിൽ റിസർവ് ടീമൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും കളിക്കുക. പക്ഷെ ഇവന്തോ അങ്ങനെയാണെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ എന്താണ്, ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒന്നാകും ഇന്ത്യൻ ഫുട്ബോളിനും ഇന്ത്യൻ ഫുട്ബോളിന്റെ താരങ്ങൾക്ക്, ഫാൻസിനും ഒക്കെ എന്നുള്ള കാര്യത്തിൽ കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടില്ല. ഇന്ത്യയിൽ കളിക്കും എന്ന് തന്നെയാണ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഏതായാലും ഈ ഒരു ടൂർണമെന്റിൽ ഇന്ത്യ കളിക്കട്ടെ, ഇന്ത്യ കപ്പടിക്കാനുള്ള എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കൂടുതൽ ഇന്ത്യൻ ഫുട്ബോളും വേൾഡ് ഫുട്ബോളുമായിട്ടുള്ള കോണ്ടന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് എടുക്കുക.